ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി ഉണ്ടാക്കൽ ഞാൻ പകുതി വെച്ച് സ്റ്റോപ്പ് ആക്കിയെന്ന്. എന്നിട്ട് നേരെ ഞാൻ സേമിയ ഉപ്പുമാവിലോട്ട് കിടന്നു. കുറേ നാളായിട്ടോ സേമിയ ഉപ്പുമാവ് കഴിച്ചിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി അത് കഴിച്ചാലോ ഉണ്ടാക്കിയാലോ എന്നും. അതിന് ഞാൻ പെട്ടെന്ന് അതിന് വേണ്ടി ഉള്ളിയും പച്ചമുളകും ക്യാരറ്റും ഒക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് നമ്മുടെ സേമിയ ഇട്ടതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ച് വെക്കുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടുമേ. വെന്ത് കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ മാഗി ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ഫോമിൽ കിട്ടും കേട്ടോ. ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ച് മുട്ടയും കൂടെ ചിക്കിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ അതും റെഡിയാക്കിയിട്ട് കഴിച്ച് നോക്കുമ്പോൾ നമ്മുടെ മാഗിയൊക്കെ കഴിക്കില്ലേ അതേ ഒരു ടേസ്റ്റിൽ കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ മെയിനായിട്ട് ഉള്ളൊരു കാര്യം വെച്ചാൽ ഇതൊക്കെ ചൂടോടുകൂടി കഴിച്ചാൽ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. തണുത്ത് പോയി കഴിഞ്ഞാൽ അത്ര ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് പിള്ളേരെ ഇങ്ങനെയൊക്കെ പറ്റിക്കാവേ. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറയണേ ഞാൻ ദാ വരുന്നു 10-15 മിനിറ്റിലെത്തും ഫുഡൊക്കെ റെഡി ആയോന്ന്. ഞാൻ പറഞ്ഞ ബിരിയാണി ഉണ്ടാക്കൽ അപ്ലൈ നിർത്തിയെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു പാവം ഇനിയിപ്പോൾ വെളിയിൽ നിന്ന് കഴിക്കണ്ടേ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇല്ല മടിയ മല ചുമക്കൊന്നും അറിയില്ല. ഞാൻ നേരത്തെ അങ്ങനെ ബിരിയാണി സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നെനിക്ക് പിന്നെ തോന്നി കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്ര ഞാൻ സ്പീഡ് പിടിച്ചിട്ട് ചെയ്യേണ്ട. എനിക്ക് കൺഫ്യൂഷനായിരുന്നു. അയ്യോ കൊളായി പോകുമെന്ന്. ഭാഗ്യത്തിന് എല്ലാം ഞാൻ ഏകദേശം ഇങ്ങനെ ഓട്ടത്തിൽ എല്ലാം സെറ്റാക്കി കേട്ടോ. ചോറൊക്കെ നേരത്തെ വെച്ചുകൊണ്ട് ഭാഗ്യമായി എല്ലാം ഒരു കണക്കിനങ്ങ് റെഡിയായി കിട്ടി കേട്ടോ.